വീട്ടമ്മയും യുവാവും വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. ചങ്ങനാശ്ശേരി സ്വദേശിനി മോർക്കോലിൽ ഷേർലി മാത്യുവും കോട്ടയം സ്വദേശിയാണെന്ന് സംശയിക്കുന്ന യുവാവുമാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇന്നലെ രാത്രി 9:30-ഓടെയാണ് സംഭവം നടന്നതെന്നാണ് പ്രാഥമിക വിവരം. ഷേർലിയെ വീടിന്റെ അകത്ത് നിലത്ത് മരിച്ച നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭർത്താവ് മരിച്ചതിന് പിന്നാലെ ഏകദേശം 6 മാസം മുമ്പാണ് ഷേർലി ഇവിടെ താമസം മാറിയതെന്ന് നാട്ടുകാർ പറയുന്നു. കണ്ണൂർ വിളക്കോട് MSF പ്രവർത്തകന് വെട്ടേറ്റു. ആക്രമണത്തിന് പിന്നിൽ SDP എന്ന ആരോപണം. MSF ജില്ലാ പ്രവർത്തക സമിതി അംഗം നൈസാം പുഴക്കരയ്ക്കാണ് വെട്ടേറ്റത്. ആക്രമണത്തിന് പിന്നിൽ SDP ആണെന്ന് MSF ആരോപിച്ചു. പരിക്കേറ്റ നിസാമിനെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് ഇരിട്ടിയിൽ വെച്ച് ആക്രമണം ഉണ്ടായത്. പ്രദേശത്ത് ലീഗ് SDP പ്രവർത്തകർ തമ്മിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. ബുള്ളറ്റിലും കാറിലും എത്തിയവരാണ് ആക്രമണം നടത്തിയതെന്ന് നിസാം പറയുന്നു. ബൈക്കിൽ നിന്ന് പെട്രോൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ മർദ്ദിച്ച 2 പേർ അറസ്റ്റിൽ. ആര്യനാട് കാഞ്ഞിരത്തുമൂടിന് സമീപം തുമ്പങ്കോണത്തായിരുന്നു സംഭവം. പ്രദേശവാസിയായ അഖിലിന്റെ വീടിന് മുന്നിൽ വെച്ചിരുന്ന ബൈക്കിന് സമീപം 2 പേർ സംശയാസ്പദമായി നിൽക്കുന്നത് കണ്ടതാണ് സംഭവങ്ങളുടെ തുടക്കം. സമീപവാസിയായ അരുൺ രമേശും ചെറിയ ആര്യനാട് സ്വദേശി ജിഷ്ണുകുമാറും ചേർന്നായിരുന്നു പെട്രോൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഇത് കണ്ട ബൈക്ക് ഉടമയായ അഖിൽ ഇടപെടുകയും പെട്രോൾ എടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതോടെ പ്രകോപിതരായ ഇരുവരും ചേർന്ന് അഖിലിനെ ആക്രമിക്കുകയായിരുന്നു. മർദ്ദിക്കുകയും കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അഖിലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നാലെ അറസ്റ്റിലായ അരുണിനെയും ജിഷ്ണുവിനെയും കോടതി റിമാൻഡ് ചെയ്തു. ഇരുവരും മുമ്പ് കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടവരെന്ന് പോലീസ് അറിയിച്ചു. റബ്ബർ തോപ്പിലെ യുവതിയുടെ മരണം. 21 വർഷത്തിനു ശേഷം അന്വേഷണം ഏറ്റെടുത്ത CBI. പെരിന്തൽമണ്ണയിൽ റബ്ബർ തോപ്പിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിലാണ് അന്വേഷണം. മരണത്തിന്റെ അന്വേഷണം ഏറ്റെടുത്ത CBI എറണാകുളം കോടതിയിൽ റിപ്പോർട്ട് നൽകി. കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് നടത്തിയ അന്വേഷണത്തിൽ മരിച്ചയാളെയോ കൊല നടത്തിയയാളെയോ പോലീസിന് കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് സംശയനിലയിൽ നിർത്തിയ 79-കാരൻ അബുവിന്റെ നിയമപോരാട്ടത്തിലാണ് CBI അന്വേഷണം വരുന്നത്. കേരള പോലീസ് അന്വേഷണത്തെ നേരത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്നായിരുന്നു കോടതി നിരീക്ഷണം. പ്രദേശത്തെ വ്യവസായിയെ രക്ഷിക്കാൻ കേസ് അട്ടിമറിച്ചുവെന്നാണ് അന്നുയർന്ന ആരോപണം. കേസിലെ സാക്ഷിയായിരുന്ന രവീന്ദ്രന്റെ ദുരൂഹമരണവും CBI ഇതോടൊപ്പം അന്വേഷിക്കും. ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവാവ് ജീവനൊടുക്കി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരു ഡിജിറ്റൽ പ്രസിൽ രാവിലെ 9:30-ഓടെയായിരുന്നു സംഭവം. പ്രസിലേക്ക് പെട്ടെന്ന് കയറുമെന്ന് യുവാവ് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്തു. പിന്നാലെ ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയായിരുന്നു. പെട്രോൾ നിറച്ച കുപ്പിയുമായിരുന്നു യുവാവ് പ്രസിലെത്തിയത്. തീ ആളിക്കത്തിയപ്പോൾ പ്രസിലെ ജീവനക്കാരിക്കും പൊള്ളലേറ്റു. നെടുമങ്ങാട് സ്വദേശിയായ യുവാവാണ് മരിച്ചതെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. തീപിടുത്തത്തിൽ കടയിലെ സാധനങ്ങളും കത്തിനശിച്ചു. വിവരമറിഞ്ഞ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പൊള്ളലേറ്റ പ്രസിലെ ജീവനക്കാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരമനയിൽ നിന്ന് കാണാതായ 14-കാരിയെ ഹൈദരാബാദിൽ നിന്ന് കണ്ടെത്തി. വെള്ളിയാഴ്ചയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത്. പിന്നീട് ഈ കുട്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് എങ്ങോട്ടാണ് കുട്ടി പോയതെന്ന് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ഇതിനിടെയാണ് ഹൈദരാബാദിൽ നിന്നും കുട്ടിയെ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചിരിക്കുന്നത്. കുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കൾ ഹൈദരാബാദിലേക്ക് പുറപ്പെടും. സമയത്തെ ചൊല്ലി തർക്കം. പൊരിവെയിലത്ത് നടുറോഡിൽ പൊതിരെ തല്ലി ബസ് ജീവനക്കാർ. 6 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. നിലമ്പൂരിലാണ് നടുറോഡിൽ ബസ് ജീവനക്കാരുടെ കൂട്ടത്തല്ല് നടന്നത്. ഒരേ റൂട്ടിലോടുന്ന ബസ് ജീവനക്കാരാണ് സമയത്തെ ചൊല്ലി തമ്മിൽ തല്ലിയത്. നിലമ്പൂർ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ റോഡിലായിരുന്നു അടിപിടി. തർക്കം രൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് പോലീസുകാരെത്തി ജീവനക്കാരെ പിടിച്ചുമാറ്റുകയായിരുന്നു. ഇരു ബസ്സുകളിലെയും ജീവനക്കാരായ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പൊതുമധ്യത്തിൽ സംഘം ചേർന്ന് തല്ലുകൂടൽ, അപകടകരമായ രീതിയിൽ വാഹനമോടിക്കൽ, ഗതാഗത തടസ്സമുണ്ടാക്കാൻ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. ആക്രമണത്തിൽ ബസ് ജീവനക്കാർക്ക് നിസ്സാര പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 2 ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു.